പ്രിയപ്പെട്ടവരെ, ഒരു മകൻ അപ്പൻ്റെ അടുക്കലെത്തി. അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, ഞാൻ പലപ്പോഴും അപ്പച്ചനോട് ദേഷ്യപ്പെട്ട് കയർത്ത് സംസാരിക്കാറുണ്ട്. സംസാരിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൻ മകനോട് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യണം. നിനക്ക് നന്നാവണം എന്നും മോൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടല്ലോ. നമ്മുടെ മുറ്റത്ത് വലിയൊരു മരമുണ്ട്. നിനക്ക് ദേഷ്യം വരുമ്പം നീ ഈ മരത്തിലേക്ക് പോയി കുറേ ആണികൾ അടിക്കണം. നിനക്ക് ദേഷ്യം വരുമ്പം ഞാൻ കുറച്ച് ആണികൾ തരാം. ആ ആണികൾ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് ആ മരത്തിലേക്ക് അടിച്ച് തറച്ചിറക്കാൻ പറഞ്ഞു. മകനത് തയ്യാറായി. അവൻ ഓരോ പ്രാവശ്യം ദേഷ്യം വരുന്ന ആ സമയത്ത് അവൻ ഓടിച്ചെന്ന് ഒരു വലിയൊരു ആണിയെടുത്ത് ചുറ്റിക ഉപയോഗിച്ച് ആ മരത്തിലേക്ക് ആഞ്ഞടിച്ച് ഇറക്കുമായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവന് തോന്നി, ഈ മരത്തിലേക്ക് ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചിലപ്പോൾ ദേഷ്യം കൂടുമ്പം ചുറ്റിക വഴുതി മാറി കയ്യിലേക്ക് കൊള്ളാറുണ്ട്. അവനാകെ മടുത്തു. പതുക്കെ പതുക്കെ അവൻ്റെ സംസാരത്തിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു. അവൻ വളരെ ശാന്തനാകാനായിട്ട് തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആ അപ്പച്ചൻ അവനെ കൂട്ടി ആ മരത്തിൻ്റെ അരികിലെത്തി. അവനോട് പറഞ്ഞു, മോനിങ്ങനെ അടിച്ച് തറച്ച ആണികളാണ് ഇവിടെ ഉള്ളത്. ഒരു ചവണ കൊടുത്തിട്ട് പറഞ്ഞു ആ ആണികളൊക്കെ പതുക്കെ വലിച്ചൂരിയെടുക്കാനായിട്ട്. അവൻ ആ ചവണ ഉപയോഗിച്ച് ആണികളൊക്കെ വലിച്ചൂരി. പിന്നെ മകനോട് പറഞ്ഞു, മകനെ, ഇനി ഈ മരത്തിലേക്കൊന്ന് നോക്കുക എന്ന് പറഞ്ഞു. അവൻ ശ്രദ്ധിച്ചു നോക്കി ആ മരത്തിലേക്ക്. ആ മരത്തിൽ ആണിപ്പാടുകളുണ്ടായിരുന്നു, ധാരാളം ആണിപ്പാടുകൾ. ആ മരത്തിൻ്റെ പച്ചപ്പ് നിലനിൽപ്പുണ്ടായിരുന്നു, പക്ഷേ ആണിപ്പാടുകൾ കൊണ്ട് ആ മരം വികൃതമായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്ക് നമ്മുടെ നിയന്ത്രണം നഷ്ടമാകുന്ന അവസരങ്ങളൊക്കെ വന്നു ചേരാറില്ലേ? ഇതുപോലെയാ നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കഴിയുമ്പം നമ്മുടെ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ അവരോട് ക്ഷമയൊക്കെ പറഞ്ഞാലും ആ മുറിപ്പാടുകൾ അതിങ്ങനെ ഉണങ്ങാതെ കിടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളുടെ വാക്കുകൾ ഒന്ന് നിയന്ത്രിക്കാനായിട്ട്, ഇനി ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതം വേദനിപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുവാനുള്ള ശക്തി തരണമേ എന്ന് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.